അതെ, ഈ അന്ധൻ ആനയെ കണ്ട പോലെയാണ്. തോമസ് ഐസക് സാറ് പോയി കാലെ പിടിച്ചു കാണും ആനയുടെ, അപ്പോൾ തൂണാണെന്ന് തോന്നുന്നു. വേറുള്ളവൻ കയറിയിട്ട് വാലെ പിടിച്ചു കാണും, അത് ചൂലാണെന്ന് തോന്നുന്നു. വേറൊരുവൻ കയറി ചെവിയെ പിടിച്ചു കാണും, അപ്പം മുറമാണെന്ന് തോന്നുന്നു. അന്ധൻ ആനയെ കണ്ട പോലെ ഈ കൂടെ നിൽക്കുന്നത് പലരും പറയുന്നുണ്ട്. ഇപ്പോൾ തോമസ് ഐസക് ഒരു അഭിപ്രായം പറഞ്ഞു, അത് പിന്നെ തിരുത്തിയില്ലേ. അപ്പോൾ ഇതിനൊന്നും നമ്മൾ മറുപടി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇതൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇവരെല്ലാം കൂട്ടായി നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നല്ല, ഇവിടുത്തെ LDFിലെ ഘടകകക്ഷികളായാലും കൂടെയുള്ള കക്ഷികളായാലും അഭിപ്രായം പറയുമ്പോൾ അവർ കൂട്ടായി ആലോചിച്ച് ഒരു അഭിപ്രായം പറയണം. പല അഭിപ്രായം പറഞ്ഞത് ശരിയായില്ല, മാന്യമായില്ല. ഗുണാനുഭവിച്ചപ്പോൾ ഇവരെല്ലാം വലിയ കേമന്മാരായിട്ടും നടന്നില്ലേ? ഇപ്പൊ ദോഷം വന്നു എന്ന് കണ്ടപ്പോൾ എല്ലാം പിണറായിയുടെ തലയിട്ട് വെക്കാൻ പോണെന്നാണ്. ശരിയാണോ? ഇവരെല്ലാം കൂട്ടായിരുന്നു പാസ്സാക്കിയതല്ലേ. പാസ്സാക്കിയ ശേഷം പിന്നെ പല അഡ്ജസ്റ്റ്മെന്റും ചെയ്യേണ്ടി വരുമ്പോൾ ഇപ്പൊ തന്നെ വൈസ് ചാൻസലർ, നിങ്ങൾ ആലോചിക്കണം, ഞങ്ങളെ കൊണ്ട് വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുന്നവരുടെ ദുഃഖം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? യൂണിവേഴ്സിറ്റിയിൽ അടിപിടി കൊണ്ട് ഒരു കോഴ്സ് നടത്താക്കാനൊക്കില്ല, ഈ പുതിയ വിദ്യാഭ്യാസ നയം നടപ്പാക്കാനൊക്കില്ല, കേന്ദ്രം കൊണ്ടുവരുന്ന പല UCC ഗ്രാന്റ് ഞങ്ങൾക്ക് കിട്ടുന്നില്ല. കോടിക്കണക്കിന് രൂപ വാങ്ങാനൊക്കെ അതോത്തിൽ ഈ കേരള യൂണിവേഴ്സിറ്റി എല്ലാ യൂണിവേഴ്സിറ്റിയുടെ അടിപിടി വരുമ്പോൾ അവസാനം ഒരു മധ്യസ്ഥയിൽ തീരാ മാർഗമില്ല എന്ന് പറയുമ്പോൾ ആ മാർഗത്തെ പൊതുനന്മയ്ക്ക് വേണ്ടിയിട്ട് അത് സ്വീകരിച്ചുവെങ്കിൽ അതിന് നമ്മൾ നന്ദന പറയല്ലേ വേണ്ടത്, അതിനും കുറ്റം പറയുക. നിങ്ങൾ ആ ഫീൽഡിലുള്ളവർക്ക് അറിയാൻ പാടില്ല, ആ ഫീൽഡിൽ കിടക്കുന്ന ഞങ്ങളുടെ ദുഃഖം മനസ്സിലാക്കണം. കേരള യൂണിവേഴ്സിറ്റി എന്ത് നടക്കുന്നുണ്ട്? 14ഓളം കോളേജുള്ള ആളുകൾ, ആകെ കൂടുതൽ കോളേജുകളാണ്. ഈ വടംവലി അടിപിടിയും എവിടെ കൊണ്ടെത്തിക്കും? ഇതിനൊരു അന്ത്യം വേണ്ടേ? അതിന് മധ്യസ്ഥം വെച്ചപ്പോൾ രണ്ടുപേരും ജയിച്ചായിരിക്കാം. ഇതെല്ലാം കൂടെ സുപ്രീം കോടതി കൊടുത്തെങ്കിൽ പിന്നെ രണ്ടും ഇല്ലാതാകുമ്പോൾ ഒന്നെങ്കിലും നിലനിർത്താനൊക്കുന്ന നിലയിലേക്ക് ഒരു തന്ത്രപരമായ ഒരു അടവ് നയം പ്രയോഗിച്ചെങ്കിൽ എന്താ തെറ്റ്? ഈ ഭരണം എന്ന് പറയുന്നത് എന്താണ്? അത് അടവ് നയമാണ്. BJPക്ക് കൂടുതൽ വോട്ട് കിട്ടിയെങ്കിലും കാര്യമായ കൂടുതൽ സീറ്റ് കിട്ടിയെങ്കിലും കാര്യമായ ഒരു വോട്ട് ഷെയർ കൂടിയിട്ടില്ല. അപ്പൊ പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിൽ കുറെ ഭരണം പിടിച്ചെങ്കിൽ പോലും ഈ വോട്ട് ഷെയർ കൂടുതൽ എന്തായിരിക്കും അതിന്റെ കാരണം? അതെ, തിരുവനന്തപുരം ജില്ലയിൽ വോട്ട് ഷെയർ കൂട്ടിയെന്നുള്ള നേരെ തന്നെ. അത് വേറെ കാര്യമാണ്. തിരുവനന്തപുരം ജില്ലയിൽ അവിടുത്തെ ചെയർപേഴ്സൺ ഉണ്ടല്ല, ഒരു ലേഡി ആര്യ, മേയർ കല്യാണം കഴിച്ചിട്ടില്ല, ചെറുതാണ്, വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ പൊക്കിയല്ല. പുള്ളിക്കാരി വളരെ പൊങ്ങുകയും ചെയ്തു. ഈ പൊങ്ങച്ചത്തിന്റെ ദോഷം അവിടെ ഉണ്ടായിരുന്നു. ആളുകളുടെ പെരുമാറ്റം മോശം. ഒരു വണ്ടി വന്നപ്പോൾ ആ ഡ്രൈവറെ പിടിച്ചു നിർത്തിക്കൊണ്ട് ആ കേസെടുത്തില്ലേ? അത് അധികാരത്തിന്റെ ദാർഢ്യമല്ലേ? അധികാരത്തിലിരിക്കുന്നവരൊന്നും വിനയമല്ലേ വേണ്ടത്? ആ വിനയം കാണിക്കാതെ ആ പ്രായത്തിന്റെ ചെറുപ്പത്തിന്റെ ദാർഢ്യവും അഹങ്കാരവും അത് വളരെ ചർച്ചാ വിഷയമാകുകയും അത് ഇന്നും ലൈവായിട്ട് നിൽക്കുകയും ആ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ അതൊരു കാരണം തന്നെയായിരുന്നു. ആ കൊച്ചി കുറെ കൂടെ പൊതുപ്രവർത്തനത്തിൽ വളയാനെന്ന് നെളിയരുത്, വളയണം. ആ പൊതുപ്രവർത്തനത്തിന്റെ പൊതുശൈലി ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചൊന്നും പറയാനുള്ളത്, ഭരണം എന്തെല്ലാം നല്ല നേട്ടങ്ങൾ ചെയ്തു വന്നു, നല്ല കാര്യങ്ങൾ ചെയ്തു വന്നു. എത്രയോ കോടി രൂപയാണ് അവിടുന്ന് ഇവിടുന്ന് കടമെടുത്താണെങ്കിലും ഈ രാജ്യത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് പോലും അത് വേണ്ടത്ര താഴെ തലങ്ങളിലത് അറിയിക്കാൻ ഇതിന്റെ ആളുകൾക്ക് സാധിച്ചിട്ടില്ല. പിന്നെ അതിനെല്ലാം ഉപരി ഈ കുറെ മസിൽ പിടുത്തം ഉണ്ട്. പണ്ടത്തെ കാലമല്ല. ആളോട് മാന്യമായിട്ടും സ്നേഹമായിട്ടും സ്വന്തം മക്കളോട് പോലും വിനയമായിട്ടൊക്കെ പെരുമാറിയാലേ മക്കൾ പോലും അല്ലെങ്കിൽ പോടാച്ചാന്ന് പറഞ്ഞ് പോണ കാലമാണ്. എല്ലാവർക്കും ഞാൻ പറഞ്ഞില്ല, എത്രയോ നേതാക്കന്മാർ. കാരണം അവരുടേതായ പെരുമാറ്റത്തിന്റെ താഴെത്തട്ടില് കുറെ കൂടെ വിനയമായി മര്യാദയായിട്ടും കൂടെ പെരുമാറിയാൻ തയ്യാറായാൽ ഇതിനേക്കാളും മെച്ചമാകും. പിന്നെ കഴിഞ്ഞ മന്ത്രിമാർ പറയുമ്പോൾ എല്ലാം ഞാൻ പറയാം, കഴിഞ്ഞ മന്ത്രിമാരെടുത്തോളം മെച്ചമായ രീതിയിൽ പ്രകടനം കാഴ്ചവെക്കാൻ ഇത്തവണ വന്ന പല മന്ത്രിമാർക്ക് സാധിക്കാതെ പോയിട്ടുണ്ട്. അതും ഒരു കാരണമാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ഇതെല്ലാം പല കാരണങ്ങൾ, ചില കാരണങ്ങൾ മാത്രമേ ഉണ്ട്. അത് തുടർ ഭരണത്തിലല്ല, എല്ലാവരും ചില പ്രദേശങ്ങളിൽ ചില ആളുകളിലെല്ലാം ഈ അഹങ്കാരം
താഴെത്തട്ടിൽ, മുകളിൽ ഞാൻ കണ്ടെടുത്താണ്. മുകളിലുള്ളവരെല്ലാം വളരെ മാന്യമായിട്ടും വിനയമായിട്ടും പെരുമാറുന്നവരാണ്. താഴെയുള്ളവരിൽ പലരും, എല്ലാവരും എന്ന് ഞാൻ പറയില്ല, എത്രയോ നല്ലവരുണ്ട്, പലരും കുറച്ചുകൂടെയൊക്കെ ഫലങ്ങൾ താഴുന്നു, ഫലാഗമത്തിലാണ്. നമ്മൾ തൊറ്റിലെ പഠിപ്പിക്കുന്നത് തന്നെ, മരങ്ങളിൽ ഫലങ്ങൾ കയറുമ്പോൾ നമ്മൾ കമ്പ് താഴുന്നു. ഈ സുധാകരനെ പോലുള്ള പ്രഗത്ഭരായ മന്ത്രിമാരെ ഒഴിവാക്കി നിർത്തിയിരിക്കുന്ന ഒരു തരത്തിൽ മണ്ഡലത്തിലല്ലേ അതൊക്കെ അവർ. ഈ സുധാകരൻ മിടുക്കനും പ്രഗത്ഭരുമായിരുന്നു. അദ്ദേഹത്തിനെ ഒഴിവാക്കാതിരിക്കുന്നത് നല്ലത് തന്നെ. പക്ഷേ ഒരു നിയമപരമായ ഒരു പാർട്ടി തീരുമാനം എടുത്തപ്പോൾ അദ്ദേഹത്തിന് ഐസക്കിനെ മാറ്റി നിർത്തേണ്ടി വന്നു. ഞാൻ ചോദിച്ചത്, ഐസക് സാർ തന്നെ കൂടെ ഇരുന്നല്ലേ തീരുമാനിച്ചത്? അത് ഐസക് സാർ എന്തിന് സെക്രട്ടേറിയറ്റിൽ അത് സമ്മതിച്ചു? അപ്പൊ എന്നോട് അതിന് ഉത്തരം പറഞ്ഞില്ല. ജി സുധാകരൻ ഏറ്റവും മിടുക്കനാണ്. ഒരു PWD വകുപ്പുണ്ടെന്നും അദ്ദേഹത്തിന്റെ ആ ഭരണകാലങ്ങളിൽ അഴിമതി എന്നുള്ളത് നടത്താൻ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു ധൈര്യവും തൻ്റെ ഇടമില്ലായിരുന്നു, വിറയ്ക്കുമായിരുന്നു. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഈ ആലപ്പുഴക്കാർക്ക് അദ്ദേഹം വളരെ ഉപകാരി. ഇതെല്ലാം വികസനം. ഐസക്കും സുധാകരൻ സാർ ഇവർ രണ്ടും കൂടെ കൂടിയപ്പോൾ ആലപ്പുഴയ്ക്ക് എന്തെല്ലാം വികസനങ്ങളാണ് വന്നത്. അത് വലിയൊരു കൂട്ടായ്മയായിരുന്നു. മറ്റുള്ള പ്രദേശങ്ങളിൽ എന്തെല്ലാം ഇത്ര കൊല്ലങ്ങളായ കാര്യങ്ങൾ നേടിക്കൊണ്ടു പോകുന്നു. ഇവിടെ കൂട്ടുവന്നപ്പോഴല്ലേ നമുക്കിവിടെയെല്ലാം നല്ല റോഡായി, നല്ല പാലങ്ങളായി, അങ്ങനെ പലതും നമുക്ക് നേടാൻ സാധിച്ചു. സമ്പത്ത് കൊടുക്കാൻ ഐസക് സാറുണ്ട്, പണിയിപ്പിക്കാൻ സുധാകരൻ സാറുണ്ട്. അങ്ങനെ നല്ലൊരു കാലഘട്ടമായിരുന്നു ആ ടീമിന്റെ കാലഘട്ടം ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം.